ക്രൈസ്തലോട് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മരിച്ച ശരീരം, ബോഡി ആഫ്റ്റർ ഡെത്ത്. അതാണിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്. ബോഡി ആഫ്റ്റർ ഡെത്ത്. മനുഷ്യൻ മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവൻ. ഉൽപ്പത്തി 2:7. മണ്ണിനാൽ പോഷിപ്പിക്കപ്പെടുന്നവൻ. ഉൽപ്പത്തി 3:17-19. എന്തു ഭക്ഷിച്ചാലും മണ്ണിൻ്റെ ഉൽപ്പന്നമാണ് ആ മനുഷ്യനിലുള്ളത്. ക്രൈസ്തലോട് ആമേൻ. മണ്ണിലേക്ക് തിരികെ ചേരുന്നവൻ. ഉൽപ്പത്തി 3:19. സഭാപ്രസംഗി 12:17. ആമേൻ. പ്രാണൻ വിട്ടുപിരിയും. ലൂക്കോസ് 12:20 നമുക്ക് കാണാൻ കഴിയുന്നു. ഒരു മനുഷ്യനെക്കുറിച്ചാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ബോഡി ആഫ്റ്റർ ഡെത്തിനെ കുറിച്ചാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മരിച്ച ശരീരത്തെക്കുറിച്ചാണ് നമുക്കിവിടെ കാണാൻ. മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ശരീരം എങ്ങനെയുള്ളതാവും എന്നുള്ളതാണ് നമുക്കിവിടെ കാണാം. ആത്മാവ് അതിനെ നൽകിയ ദൈവത്തെങ്കിലേക്ക് പോകും. സഭാപ്രസംഗി 12:7. ആത്മാവ് നൽകിയ ഇടത്തേക്ക്. അതെവിടെയാണോ അറിയത്തില്ല. നരകത്താണോ സ്വർഗത്തിലാണോ എവിടെയാണ് പോകുന്നത് നമുക്കറിയത്തില്ല. സഭാപ്രസംഗി 12:7. മനുഷ്യനുള്ള 3 ഭാഗങ്ങൾ. 1 തെസ്സലോനി 5:21. ആത്മാവെ അകത്ത മനുഷ്യൻ, ദേഹി ജീവൻ, ദേഹം ശരീരം. അപ്പോൾ നമുക്കിവിടെ കാണുന്നത് ഇത്രയും കാര്യമാണ് ഒരു മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആത്മാവുണ്ട്, ദേഹിയുണ്ട്, ജീവനുണ്ട്, ദേഹമുണ്ട്, ശരീരമുണ്ട്. ഇത്രയും പാഴ്സുകളാണ് ദൈവം ഒരു മനുഷ്യന് കൊടുത്തിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന എല്ലാ ദൈവജനത്തെയും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കും.